മേപ്പാടി പ്രകൃതി ദുരന്തം. മജിലിസ് സ്ഥാപനങ്ങൾ 10 വീടുകൾ നിർമ്മിച്ചു നൽകുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് സ്ഥാപന അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 40 വർഷത്തിലധികമായി വളാഞ്ചേരിയിലെ പുറമണ്ണൂരിൽ സ്ഥാപിച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണമസ് കോളേജ്, ഗവൺമെന്റിന്റെയും AICTEയുടെയും ആഫിലിയേഷനുള്ള പോളിടെക്നിക് കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ, വാഫി കോളേജ്, TTI, എയ്ഡഡ് LP സ്കൂൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിലായി 5000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച അതിദാരുണമായ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്ക് വിവിധ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യ സാധനങ്ങൾ കളക്ട് ചെയ്യുകയും അവ തൊട്ടടുത്ത ദിവസം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുകയും ചെയ്തു. ദുരിതബാധിതരായ നമ്മുടെ സഹോദരങ്ങളെ ചേർത്തുപിടിക്കുക എന്നത് മജ്ലിസ് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമായി കണക്കാക്കിക്കൊണ്ട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട നിലവിൽ കോളേജിൽ 1ാം വർഷ BCom CAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിക്ക് ഉൾപ്പെടെ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിലും 18 UG പ്രോഗ്രാമുകളിലും 7 PG പ്രോഗ്രാമുകളും ഉള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ ബാച്ചുകളിലും, TTIയിലെ ഒരു ബാച്ചിലും, വാഫി സയൻസ് വിഷയത്തിലുള്ള +1 ബാച്ചിലും, പോളിടെക്നിക് കോളേജിലെ 5 ബാച്ചിലും വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെട്ട നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പ്രവേശനം നൽകും. അവരുടെ പഠനവും ഹോസ്റ്റൽ അടക്കമുള്ള മുഴുവൻ ചിലവുകളും മജ്ലിസ് വഹിക്കും. പ്രസ്തുത കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പൂർത്തീകരണം വരെ തുടർ പഠനം അനുവദിക്കുന്നതാണ്. കൂടാതെ വയനാട് പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 10 കുടുംബങ്ങൾക്ക് മജ്ലിസ് സ്ഥാപനങ്ങളുടെ NSS യൂണിറ്റുകളുടെ കീഴിൽ വീടുകൾ നിർമ്മിച്ചു നൽകും. പ്രദേശത്ത് കുടിവെള്ളം, മറ്റു സൗകര്യങ്ങൾ എന്നിവ നടപ്പാക്കുന്നതിനും മജ്ലിസ് വിദ്യാഭ്യാസ സമുച്ചയം സന്നദ്ധമാണ്. ഇതിലേക്ക് ആവശ്യമായ അർഹരായ കുട്ടികളുടെ അലോട്ട്മെന്റും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലത്തിന്റെ നിർണയവും ചെയ്തു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. അഡ്മിഷൻ പ്രക്രിയ അവസാന ഘട്ടത്തിലായതിനാൽ കുട്ടികളുടെ ലിസ്റ്റ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ NSS വളണ്ടിയേഴ്സ് 4 യൂണിറ്റ് NSS യൂണിറ്റ് നമ്മൾ ഹൈസ്കൂളിൽ, കോളേജിലുണ്ട്. 4 യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ കീഴിൽ നമ്മൾ ഒരു വലിയ 2 ലക്ഷത്തോളം രൂപയുടെ റിലീഫ് പ്രവർത്തനം അവിടെ നേരിട്ട്, പ്രത്യേകിച്ച് അവിടെയുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവിടെ ഇന്നർ വെയേഴ്സാണ് അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം. നമ്മൾ പല ദിവസം രാത്രി ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, അതാണ് കൂടുതൽ നമ്മൾ വിത്ത് മെഡിക്കേഷൻ റിലേറ്റഡായിട്ടുള്ള പമ്പേഴ്സ്, അതാണ് അവിടെ ഏറ്റവും കൂടുതൽ ദാരുണമായി ഇപ്പോൾ എഫക്റ്റഡ് ദിവസം അനുഭവപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് നമ്മൾ കൊണ്ടുപോയി കൊടുത്തത്. പിന്നീട് നമ്മൾ വിശദമായ ഒരു റിലീഫ് പ്രവർത്തനത്തിനെ കുറിച്ച് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അവിടുന്ന് വരാൻ തയ്യാറുള്ള കുട്ടികൾക്ക് ബോർഡിങ് കൊടുത്തുകൊണ്ട് ഫുള്ളായിട്ട് കയറ്റി പഠിപ്പിക്കുകയും, പോളിടെക്നിക്കിലുള്ള 5 ബ്രാഞ്ചിൽ ഓരോ കുട്ടിയെ വീതം 5 കുട്ടികളെടുക്കുക. അതുപോലെ തന്നെ 25 കോഴ്സുകളുണ്ട് നമുക്ക് കോളേജിൽ. അത് MSc, PG ഉണ്ട്, UG ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് അവിടെയുള്ള എഫക്റ്റഡ് വീടുകളിലുള്ള കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അവരുടെ കോഴ്സ് പൂർത്തിയാകുന്നത് വരെ നമ്മൾ എല്ലാവിധ താമസ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഫ്രീ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഇന്ന് അടിയന്തരമായി കമ്മിറ്റി രാവിലെ ചേർന്ന് തീരുമാനിച്ചു. മജ്ലിസ് പ്രസിഡന്റ് KSA തങ്ങൾ, ജനറൽ സെക്രട്ടറി MP മുസ്തഫൽ ഫൈസി, സെക്രട്ടറി CP ഹംസ, ചെയർമാൻ സലീം കുരുവമ്പലം, ട്രഷറർ മാനു ഹാജി, കമ്മിറ്റി മെമ്പർ ഹംസ മാസ്റ്റർ, സിദ്ദീഖ് ഹാജി, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ U അബ്ദുൽ കരീം, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി, ഡയറക്ടർ നൌഷാദ്, പോളിടെക്നിക് പ്രിൻസിപ്പൽ ഷെരീഫ്, NSS പ്രോഗ്രാം ഓഫീസർ സുനേഷ് പാറയിൽ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.